ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു കല്യാണ വീട്ടിലൊക്കെ സദ്യ കഴിക്കുമ്പോഴുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഒരാൾ ഇലയിടാൻ വരും, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ചോറ് വിളമ്പാൻ ഒരാൾ വരിക്ക് ഇങ്ങനെ, അതുപോലെ തന്നെ മറ്റ് കറികൾ ഉപ്പേരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ ഇരുന്ന് ഒരറ്റം തൊട്ട് ഒരറ്റം വരെ ഇങ്ങനെ വിളമ്പി പോകുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെ അടിപൊളി നല്ല ടേസ്റ്റുള്ള ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു എത്രയോ കാലങ്ങളെ പാരമ്പര്യമുള്ള ഹോട്ടലാണ്. ദേവി വിലാസം എന്നാണ് കൊയിലാണ്ടിയുള്ള ഒരുവിധം എല്ലാവർക്കും അറിയണ്ടാവും. കാരണം നമ്മുടെ കൊയിലാണ്ടി മെയിൻ റോഡിൽ തന്നെയാണ്. പക്ഷേ പുറമേ നമ്മൾ കയറുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു ഇത്രയും ഉള്ളിൽ എത്ര ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ ഇത്രയും ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്നുള്ളൊരു ഇത് നമുക്ക് തോന്നില്ല. കാരണം ഇതിൻ്റെ ഫ്രണ്ടിലുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പഴയ ഒരു ചായപ്പീടിയ പോലുള്ളൊരു എൻട്രൻസ് ആണ്. പക്ഷേ ഉള്ളോട്ട് വരുമ്പോഴത്തേക്ക് വളരെ എന്താ പറയുക, ഒരു 10, 50, 100 ആൾക്കൊക്കെ ഒറ്റ ടൈമിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഭക്ഷണത്തിന് നല്ല ക്വാളിറ്റി അതുപോലെ തന്നെ ക്വാണ്ടിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. സദ്യയാണ് ഇവിടെ മെയിനായിട്ട്. സദ്യ എന്ന് പറഞ്ഞാൽ 3-4 സൈഡും അതുപോലെ തന്നെ സാധാ സാമ്പാർ അതുപോലെ തന്നെ മീൻ കറി. പിന്നെ ഇവിടെ നല്ല കിഡിലെ പൊരിച്ച മീൻ അങ്ങനത്തെ ഐറ്റംസൊക്കെ വരും. പിന്നെ ഒരു പായസവും ഉണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം സദ്യക്ക് 50 രൂപയാണ്, ഇപ്പോൾ റേറ്റ് കൂടി. അപ്പോൾ അതാ ചേട്ടൻ നമ്മളെ പൊരിച്ച മീനായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഒരു മാന്ത വെച്ചോളിയെന്നാണ്. അപ്പോൾ നല്ല വലിയൊരു ഏകദേശം എൻ്റെ കയ്യിൻ്റെ ഒരു വലിപ്പമുള്ള ഒരു മാന്തയാണ്. അപ്പോൾ ഇതിനൊരു ചാർജ് ചെയ്യുന്നത് 60 രൂപയാണ്. അപ്പോൾ ചോറിനും അതുപോലെ തന്നെ 60 രൂപ. പിന്നെ നമുക്കൊരു മോരോ രസമോ, ചില ദിവസം മോര് അതുപോലെ തന്നെ ചില ദിവസം രസമോ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ മാന്ത എടുത്ത് നോക്കുമ്പോൾ ഏകദേശം എൻ്റെ കയ്യിൻ്റെ വലിപ്പം തന്നെ ഉണ്ട് മാന്ത. ഞാൻ അത് വെച്ച് നോക്കിയിട്ടുണ്ട്. ഏകദേശം എൻ്റെ കയ്യിൻ്റെ ആ ഒരു വലുപ്പം തന്നെ. പിന്നെ ഒരു പായസത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ പിന്നെ ഈ ഏട്ടൻ നമുക്ക് ബില്ല് ചെയ്ത് തരും എത്രയാണ് നമ്മളെ എമൗണ്ട് എന്നുള്ളത്. അപ്പോൾ എൻ്റെ ബില്ല് 120 60 രൂപയുടെ സദ്യ അതുപോലെ തന്നെ 60 രൂപയുടെ പൊരിച്ച് മീൻ. അപ്പോൾ നമുക്ക് മടക്കി ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു എൻട്രൻസ് ചെയ്യാൻ പറഞ്ഞല്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ വാഷിങ്ങിൻ്റെ ഒരു സെറ്റപ്പ്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം എത്ര സീറ്റിംഗ് ഉണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ കൊയിലാണ്ടി വഴിയൊക്കെ പോകുമ്പോൾ എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും കയറി വെക്കേണ്ട ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ്. അപ്പോൾ ഞാനധികവും ഇപ്പോൾ ആ റൂട്ടിലൊക്കെ പോകുമ്പോൾ എന്തായാലും ഇവിടെ തന്നെയാണ് പോകല്. ഇപ്പോൾ ഇവിടെ കണ്ടില്ല ഈ ഒരു ക്യാഷ് കൊടുക്കാനുള്ള തിരക്ക്. അപ്പോൾ ഒരു ഓൾറെഡി ബില്ല് തന്നിട്ട് നമുക്കിങ്ങനെ വരിയായിട്ട് ഇങ്ങനെ ബില്ലും തരും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടേജ്, ദേവി വിലാസം ഹോട്ടൽ. പഴയ അടിപൊളി ഹോട്ടലാണ്. ഊൺ തയ്യാറെന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഒരു സെറ്റപ്പ് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു അത്ര സ്പേസ് ഇല്ലാന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ കിടിലാണ് കേട്ടോ. എന്തായാലും എല്ലാവരും പോയി ട്രൈ ചെയ്ത് നോക്കുക.